ഒരു സുനാമി അടിച്ചു പോയ പോലെയാണ്. 29-ാം തീയതി മാർച്ച് 29, 2025 എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. 29 കഴിഞ്ഞ് 30-ാം തീയതി രാവിലെ നോക്കുമ്പോൾ ചാനലില്ല. വി ഹാവ് റിമൂവ്ഡ് യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. അയ്യോ, കുറച്ച് നേരത്തിനല്ല, അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴാണ് എനിക്ക് സംസാരിക്കാനായത്. ഞാൻ തരിച്ചിരുന്നു പോയി. ആരെയും വല്ലാതെ ദ്രോഹിക്കാണ്ടെന്ന ചെറിയ മറ്റുള്ളൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് ആരെയും പരിഹസിക്കാനും പോയിട്ടില്ല. ഓരോരുത്തരുടെ വീഡിയോകളിലൊക്കെ കണ്ട പരിഹസിക്കണതും രാഷ്ട്രീയക്കാരെയും ഇവരെയൊക്കെ പറയണതൊക്കെ കേട്ടാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആരെയും. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചാനൽ പോയി. ഇനി 0-ൽ നിന്ന് തുടങ്ങണം. എനിക്ക് എന്തെങ്കിലും ഒന്ന് ആവണം, എന്തെങ്കിലും എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇതുവരെയും സപ്പോർട്ട് ചെയ്തിരുന്നു. അത് പോകുന്നതിന് മുമ്പ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. വ്യൂ ഉണ്ടായിരുന്നു. 1,50,000 കത്തടത്തെടുത്ത് വ്യൂ വന്നു. ലൈവിന് വ്യൂ വരാറുണ്ട്, ഷോർട്സിന് വ്യൂ വരാറുണ്ട്. എന്നാലും പോയല്ലോ. ഞാൻ ശരിക്കും ഒരു ചെറിയ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന പോലെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നതാണ്. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയാൻ പറ്റില്ല. പുരുഷന്മാർക്ക് കരച്ചിൽ നിഷിദ്ധമാണ്. ആരോടും പറഞ്ഞില്ല മിണ്ടാതിരിക്കാൻ. അന്നു മുതൽ ഇന്ന് വരെ മിണ്ടാതിരിക്കുകയാണ്. ഞാൻ യൂട്യൂബ് തുറക്കാൻ തന്നെ എനിക്ക് മടിയായിരുന്നു. പിന്നെ ഇന്നലെയൊക്കെയാണ് കുറച്ച് തുറന്ന് ഇങ്ങനെ നോക്കി. ഞാൻ എൻ്റെ 1, 2, 3 സുഹൃത്തുക്കൾ, യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ പൊതുവെ ഒന്നും സംസാരിക്കാറില്ല. അവരോട് സംസാരിച്ചു. അവരൊക്കെ എൻകറേജ് ചെയ്യുക ചെയ്തത്. ഒരു ചാനൽ പോയാൽ പോട്ടെ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാമതൊന്ന് തുടങ്ങും, പ്രയത്നം വിടരുത് എന്ന് പറഞ്ഞു. മനസ്സ് വരണില്ല എന്തെങ്കിലും ചെയ്യാൻ. ഞാൻ എന്ത് ചെയ്താലും ഇനി അത് തെറ്റാവുമോ ശരിയാവുമോ എന്നുള്ള സംശയമായി. ഇനി എന്ത് ചെയ്താലും സംശയമാണ്. അയ്യോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കൊരു പ്രിൻ്റഡ് അല്ലെങ്കിൽ ഒരു സോളിഡ് ഗൈഡ് ലൈൻസ് ഇല്ലതാനും. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരണ ടെക് ചാനലുകാരാണ്. ടെക് സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ചാണ് പിന്നെ ഞാൻ നോക്കുന്നത്. വളരെ പരിതാപകരമായി. കരച്ചിൽ വരാഞ്ഞിട്ടല്ല, കരയാഞ്ഞിട്ടാണ്. ആ മെയിൽ വായിച്ചപ്പോഴേ കുറച്ച് നേരം അനങ്ങാനും കൂടി പറ്റിയില്ല എനിക്ക്. കാലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു എന്താ പോയത്, കാലൊക്കെ മരവിച്ച പോലെയായി. അവിടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പറ്റാതെയായി. അപ്പോൾ അപ്പോഴും എനിക്ക് കുറേ നേരത്തിനൊന്നും ആരോടും സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത്ര പരിഭ്രമിക്കരുത്, അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക, എന്നിട്ട് പുതിയ ചാനൽ തുടങ്ങുക, നന്നായിട്ട് ചെയ്യുക, ആളുകളോട് പറയുക എന്താ സംഭവിച്ചതെന്ന് പറയുക. അപ്പോൾ വ്യൂവേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കും, അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും
ഇത് നിങ്ങൾ മാത്രമായിട്ടുള്ള, നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടിയതല്ല, ഇത് കുറേ ആളുകൾക്ക് എപ്പോഴും കിട്ടലുണ്ട്. നിങ്ങളുടെ മോണിറ്റൈസും കൂടി ആയിട്ടില്ല, ആയ ചാനലുകൾ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അതെത്ര സങ്കടമുണ്ടാകുന്നതാണെന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞിട്ടാണ് ഇവരൊക്കെ സമാധാനിപ്പിച്ചത്. എല്ലാവരും പറഞ്ഞു വിടണ്ട, വീണ്ടും ചെയ്യൂ എന്ന് പറഞ്ഞു. വീണ്ടും ചെയ്യും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈവ് ഇടുമ്പോൾ ലൈവിലൊന്ന് വരണേ. ഷോർട്സൊക്കെ കാണുമ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ കൂടുതൽ എന്താ പറയുക? ഒന്നും പറയാനും കിട്ടുന്നു. എല്ലാവരും എൻ്റെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ മൊബൈൽ ഞാൻ കൈ പിടിച്ചിട്ടുള്ള ഇരിക്കണതായതുകൊണ്ട് കൈ കൂപ്പാൻ പറ്റണില്ല. മനസ്സുകൊണ്ട് കൈ കൂപ്പി പറയുന്നു, ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ കൂടുതൽ എന്താ പറയുക? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും ആളുകളോട് ഇങ്ങനെ പുതിയ അറിവുകളൊക്കെ കിട്ടുമ്പോൾ ഷെയർ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫാമിലി മെമ്പർ പോയ പോലെ അത്ര സങ്കടമായി. ഞാനേ വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. സഹകരിക്കൂ പ്ലീസ്.